Hi all, welcome to I Plus. ഞാൻ അക്ഷര. ഇന്ന് നടന്ന കാറ്റഗറി 3 ഇംഗ്ലീഷ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. റിലേറ്റീവ്ലി ഒരുപാടൊന്നും ബുദ്ധിമുട്ടിച്ച ഒരു പരീക്ഷയല്ലായിരുന്നു. സാധാരണഗതിയിൽ ചോദിക്കുന്ന കൺസെപ്റ്റുകൾ തന്നെ, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് അത് തന്നെ ചോദിക്കാതെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അങ്ങനെ രീതിയിൽ കണക്ട് ചെയ്ത്, ഇപ്പം കൺസെപ്റ്റ്സ് ഒക്കെ കണക്ട് ചെയ്ത് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പരീക്ഷയായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും I Plus സ്റ്റുഡൻസ് ആണെങ്കിലും കണക്ട് ചെയ്ത് പഠിച്ചത് കൊണ്ട് ആ ഒരു എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു. പിന്നെ പെഡഗോജിയിലേക്ക് വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഡയറക്റ്റ് അല്ലാതെ സ്റ്റേറ്റ്മെന്റ് പോലെയൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നിരുന്നാലും ബേസിക് ആയിട്ട് കാര്യങ്ങൾ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യം, മാക് ഫ്ലെക്നോ ഈസ് എ സറ്റയർ ഓൺ. എതിരെ എഴുതിയ സറ്റയർ ആണ് മാക് ഫ്ലെക്നോ, തോമസ് ഷാഡ്വെൽ. രണ്ടാമത്തെ ചോദ്യം, എവറി മാൻ ബിലോങ്സ് ടു ദ റാന. എവറി മാൻ എന്നുള്ള ആ ഒരു പ്ലേ ഏത് റാനയിൽ വരുന്നതാണ്? അതൊരു മൊറാലിറ്റി പ്ലേ ആയിരുന്നു. നമ്മൾ മിസ്റ്ററി, മൊറാലിറ്റി, മിറാക്കിൾ പ്ലേസ്, ഇന്റർലൂഡ്സ് ഒക്കെ പഠിച്ചതാണ്. അപ്പൊ ഓരോന്നിന്റെ എക്സാമ്പിൾ വെച്ച് പഠിച്ചതാണ്. അപ്പൊ മൊറാലിറ്റി പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് എവറി മാൻ. അടുത്തത്, റീഡർ ഐ മാരീഡ് ഹിം, ഐഡന്റിഫൈ ദ സ്പീക്കർ. സ്പീക്കർ എന്ന് പറയുന്ന ജെയിൻ ഐർ ആണ്. ഷാർലറ്റ് ബ്രോണ്ടയുടെ നോവൽ ആയിട്ടുള്ള ജെയിൻ ഐറിൽ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ജെയിൻ ഐർ പറയുന്ന ഡയലോഗ് ആണ്. ഐക്കോണിക് ആയിട്ടുള്ള ക്ലോസിംഗ് ലൈൻ ആണ്, റീഡർ ഐ മാരീഡ് ഹിം. ചോദ്യം, ഹു റോട്ട് ദ എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഫ്രേസ്. നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ മെൻഷൻ ചെയ്തു പോകുന്ന വർക്കുകളാണ്. ഇതിൽ എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഫ്രേസ് എന്ന് പറയുന്ന ആരുടെയാണ്? വെനറബിൾ ബീഡിന്റെ ആണ്. ബാക്കി ആളുകളുടെ പേരുകളൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഏകദേശം നമ്മൾ എന്താണ് അവർ ഓൾഡ് ഇംഗ്ലീഷ് പഠിച്ച സമയത്ത് അങ്ങനെ നമ്മൾ കേട്ടുപോയ ആൾക്കാർ തന്നെയാണ്. അടുത്ത ചോദ്യം, ആൻ ഓഥർ ഓഫ് ആൻ അപ്പോളജി ഫോർ പോയട്രി. ക്രിട്ടിക്കൽ സ്റ്റഡീസിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഫിലിപ്പ് സിഡ്നി. അദ്ദേഹത്തിന്റെ വർക്കാണ് ആൻ അപ്പോളജി ഫോർ പോയട്രി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഫിലിപ്പ് സിഡ്നി ആണ്. ചോദ്യം, ദ ഫ്രേസ് സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു. അവിടെ നമുക്ക് ക്രിറ്റിസിസം ഏരിയയിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. മാത്യു അർണോൾഡുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ഫ്രേസ് വരുന്നത്. ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ലിറ്റററി ടെക്നിക് വേർ ദ സെയിം ബിഗിനിങ് കൺസണന്റ് സൗണ്ട് ഈസ് റിപ്പീറ്റഡ് അക്രോസ് എ സീരീസ് ഓഫ് നിയർ ബൈ വേർഡ്സ്. എന്താണ്? അലിട്രേഷൻ ആണ്. ചോദ്യം, ദ ഓഥർ ഓഫ് എ പാസേജ് ടു ഇന്ത്യ. പാസേജ് ടു ഇന്ത്യ എന്നുള്ള വർക്കിന്റെ ഓഥർ നമ്മൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് പഠിച്ച സമയത്തും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഇന്ത്യയെ കുറിച്ചിട്ട് വന്നിട്ടുള്ള ബുക്കുകളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തു പോയതാണ് ഇ.എം. ഫോസ്റ്റർ. അടുത്തത് 221B ബേക്കർ സ്ട്രീറ്റ് ഈസ് എ ഫേമസ് ലോഡ്ജിങ് ഓഫ്. ഷെർലക് ഹോംസിന്റെ വർക്കുകൾ വായിച്ചിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും എന്താണ് അറിയുന്ന ഒരു ഫേമസ് ലോഡ്ജിങ് ആണ് 221B ബേക്കർ സ്ട്രീറ്റ്, ഷെർലക് ഹോംസ്. അടുത്ത ചോദ്യം, ഡിഡ് ഹി സ്മൈൽ ഹിസ് വർക്ക് ടു സീ? ഡിഡ് ഹി ഹൂ മേഡ് ദ ലാംബ് മേക്ക് തീ? ഐഡന്റിഫൈ ദ പോം. അപ്പം നമ്മൾ ലാമ്പും ടൈഗറും ഒക്കെ നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് എവിടെയാണ് വരുന്നത്? ടൈഗർ എന്നുള്ള പോയത്തിലാണ്. ഡിഡ് ഹി സ്മൈൽ ഹിസ് വർക്ക് ടു സീ, ഡിഡ് ഹി ഹൂ മേഡ് ദ ലാംബ് മേക്ക് തീ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ആ ഒരു പോയത്തിലാണ് കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, ഡെസ്റ്റിനേഷൻ ഓഫ് ജോസഫ് പിൽഗ്രിംസ് ഇൻ ദ കാൻറ്റർബറി ടൈൽസ്. കാൻറ്റർബറി ടൈൽസിൽ ജോസഫിന്റെ പിൽഗ്രിംസ് എല്ലാം കൂടെ എങ്ങോട്ടാണ് പോകുന്നത്? എപ്പോഴും ഞാൻ പറയുന്നതാണത്, ഈ കാൻറ്റർബറി ടൈൽസ് എന്ന് പറയുന്ന വർക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ചോദ്യം എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു കാറ്റഗറി എക്സാമിന് ചോദിക്കും. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ദ ഷ്രൈൻ ഓഫ് സെന്റ് തോമസ് ബെക്കറ്റ് അറ്റ് കാൻറ്റർബറി. അടുത്ത ചോദ്യം, ഹു എമോങ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ സർപ്രൈസ് ഓർ ട്വിസ്റ്റ് എൻഡിങ്സ്. നമ്മൾ സ്കൂളിൽ പഠിച്ച കാലം തൊട്ടേ നമുക്ക് അറിയാവുന്നതാണല്ലേ സർപ്രൈസ് അല്ലെങ്കിൽ ട്വിസ്റ്റ് എൻഡിങ്സ് വരുന്ന വർക്കാരുടേതാണ്? ഓ ഹെൻറിയുടേതാണ്. The most heterogeneous ideas are yoked by violence together, said dash of dash. എന്തിനെ കുറിച്ച് ആര് പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്? മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? ഡോക്ടർ ജോൺസൺ ആണ് പറഞ്ഞത്. മെറ്റാഫിസിക്കൽ പോയിട്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ആരുടേത്? ഡോക്ടർ ജോൺസന്റെ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം, അക്കൗണ്ട് ബേക്കൺ, വാട്ട് മേക്ക് ദി ഫുൾ മാൻ? ബേക്കൺ എസ്സേസ് പഠിച്ചവർക്ക് അറിയാമല്ലേ, ഡാഷ് മേക്ക് ദി ഫുൾ മാൻ എന്താണ്? റീഡിംഗ് ആണ്. റീഡിംഗ് മേക്ക് ദി ഫുൾ മാൻ. അടുത്ത ചോദ്യം, 10,000 saw I at a glance, which is a figure of speech used. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? ഹൈപ്പർബോളയാണ്. അടുത്തത്, ടു വിച്ച് റാന ഡസ് ഇവാൻഹോ ബിലോങ്സ് ടു? ഇവാൻഹോ ഹിസ്റ്റോറിക്കൽ നോവലാണ്. അടുത്ത ചോദ്യം, എന്താ നെയിം ഫോർ ദ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ? ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിളിന്റെ എന്താ നെയിം എന്ന് പറയുന്നത്? കിങ് ജെയിംസ് ബൈബിൾ ആണ്.
ചോദ്യം ഐ സ്പീക്ക് 3 ലാംഗ്വേജസ് റൈറ്റിംഗ് ടു ഡ്രീം ഇൻ വൺ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലാണ്, നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റൈറ്റർ തന്നെ. ആരാണ്? കമലാദാസ് ആണ്. കമലാദാസിന്റെ ആൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോയത്തിൽ വരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. The lines, he prayed best, who loved best, all things both great and small. ആരുടെ ലൈൻസ് ആണ്? കോൾറിഡ്ജിന്റെ ആണ്. റൈം ഓഫ് ദ ഏൻഷ്യന്റ് മറൈനറിന്റെ ആ ഒരു മോറൽ കൺക്ലൂഷൻ ആണ് ഇവിടെ വരുന്നത്. Which of the following poem has the objective of justifying the way of God to men? പാരഡൈസ് ലോസ്റ്റ് എന്നുള്ള പോയത്തിന്റെ ഒബ്ജക്റ്റീവ് ആണ്. പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിനും ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന, പാരഡൈസ് ലോസ്റ്റും റീഗെയിനും മാത്രമല്ല മിൽട്ടണുമായി ബന്ധപ്പെട്ട മറ്റു വർക്കുകളും ഒക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. Which among the following is not an epistolary novel? Epistolary novel അല്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതാണ്? ലെറ്റർ ഫോമിലുള്ള നോവൽ അല്ലാത്തത് MA ആണ്. ചോദ്യം author who popularized ran and dramatic monologue. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമല്ല. ഡ്രമാറ്റിക് മോണോലോഗ് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? റോബ് ബ്രൗണിംഗ് ആണ്. Heard melodies are sweet, but those unheard are sweeter. പലപ്പോഴും ഓഫ് കോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ആണല്ലേ. കേട്ട ഗാനം മധുരം, കേൾക്കാത്തത് അതിമധുരം എന്ന് പറയുന്നത് ആരുടെ വരികളാണ്? ജോൺ കീറ്റ്സിന്റേതാണ്. അടുത്തത് whose gravestone bears inscription here lies on whose name was written in water. ആരുടേതാണ്? ജോൺ കീറ്റ്സിന്റേതാണ്. അടുത്ത ചോദ്യം which among the following is an autobiographical novel set in Nottingham mining village? Sons and Lovers ആണ്. Why is the year 1066 important in English history? ഇംഗ്ലീഷ് ഹിസ്റ്ററി നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നതാണല്ലേ 1066 വില്യം ഓഫ് നോർമൻഡിയുമായി ബന്ധപ്പെട്ട എന്താണ് ആ പ്രധാന സംഭവം? അത് നോർമൻ കോൺക്വസ്റ്റ് ആണ്. അടുത്ത ചോദ്യം ദ ക്യാരക്ടർ മോങ് അംബ്രോസിയോ വാസ് ക്രിയേറ്റഡ് ബൈ. ആരാണ് ഈ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തത്? മാത്യു ഗ്രിഗറി ലൂയിസ്. അടുത്ത ചോദ്യം ഹു കമന്റഡ് ഐ ഹാർട്ട്ലി ഹേറ്റ് ആൻഡ് ഡിറ്റസ്റ്റ് ദ ആനിമൽ കോൾഡ് മാൻ. ആരുടെ വരികളാണ്? ജോനാഥൻ സ്വിഫ്റ്റിന്റേതാണ്. സ്വിഫ്റ്റ് എക്സ്പ്രസ് ദിസ് സെന്റിമെന്റ് ഇൻ എ ലെറ്റർ ടു അലക്സാണ്ടർ പോപ്പ്. അലക്സാണ്ടർ പോപ്പിനുള്ള ലെറ്ററിലാണ് ഈ ഒരു സെന്റിമെന്റ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഹു ഇസ് ഓഥർ ഓഫ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. പലപ്പോഴും ഞാൻ കേരള പരീക്ഷയുടെ പ്രിപ്പറേഷന്റെ സമയത്ത് പറയുന്നതാണ്, സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചോദിക്കുന്ന ഒരു മേഖലയാണ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞ. സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് ജനറൽ ആയിട്ട് നമുക്ക് അറിയുന്ന ആളാണല്ലേ. ആരാണ്? ഫെർഡിനാൻഡ് ഡി സെഷൂർ. അടുത്ത ചോദ്യം ആൻഡം ഫോർ ഡൂംഡ് യൂത്ത് ഈസ് എ പോയം ബൈ. ആരുടെ പോയമാണ്? വിൽഫ്രഡ് അവൻ പോയമാണ്. അടുത്ത ചോദ്യം ഹു എസെൻസ് ദ സ്കോട്ടിഷ് ത്രോൺ അറ്റ് ദ എൻഡ് ഓഫ് മാക്ബത്ത്. മാക്ബത്ത് നമുക്ക് ഷേക്സ്പിയറിന്റെ വർക്കുകളിൽ ഇതുപോലെ എന്ത് ചെയ്യാറുണ്ട്? കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം വരാറുണ്ട്. മാക്ബത്ത് എന്നുള്ള നാടകത്തിന്റെ ഒടുവിൽ സ്കോട്ടിഷ് ത്രോണിൽ എത്തുന്നത് ആരാണ്? മാക്ബത്ത് കിൽ ചെയ്യപ്പെട്ടിട്ട് മാൽക്കോം ആണ്. ഡങ്കന്റെ റൈറ്റ്ഫുൾ ഹെയർ തന്നെയാണ് അവിടുത്തെ രാജാവാകുന്നത്. അടുത്ത ചോദ്യം ഹു ഈസ് റെഫേർഡ് ആസ് ടു കസിൻ ബ്രിഡ്ജറ്റ് ഇൻ ദ എസീസ് ഓഫ് ചാൾസ് ലാംബ്. ചാൾസ് ലാംബിന്റെ എസീസിൽ കസിൻ ബ്രിഡ്ജറ്റ് എന്ന് പറയുന്ന ആരെയാണ്? മേരി ലാംബിനെയാണ്. അടുത്ത ചോദ്യം വിച്ച് പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ഈസ് നോൺ ആസ് എ പീരീഡ് ഓഫ് ഫുൾ ഇൻഫ്ലക്ഷൻ. ഫുൾ ഇൻഫ്ലക്ഷൻസ് ഉള്ളത് എവിടെയാണ്? ഓൾഡ് ഇംഗ്ലീഷിലാണല്ലേ. നമ്മളിങ്ങനെ ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ് പഠിച്ച് വന്നതാണ്. Which among the following was originally titled Mistakes of a Night? അത് അതിന്റെ ഒറിജിനൽ ടൈറ്റിൽ ഏതായിരുന്നു? ഏതാണ് വർക്ക്? She Stoops to Conquer. അടുത്ത ചോദ്യം ഹു ഇൻവെന്റഡ് ദ ക്യാരക്ടർ ഓഫ് ജൂഡിത്ത് ഷേക്സ്പിയർ, ദ ഫിക്ഷണൽ സിസ്റ്റർ ഓഫ് ഷേക്സ്പിയർ. ഷേക്സ്പിയറിന് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ഈക്വൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് എബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഫിക്ഷണൽ സിസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്തത് ആരാണ്? വിർജീനിയ വൂൾഫ് ആണ്. ഫ്രസ്ട്രേഷൻ കോമഡി ഈസ് ഓൾസോ നോൺ ആസ്. ഫ്രസ്ട്രേഷൻ നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിച്ച ഒരു ഏരിയ ആണ്. ഫ്രസ്ട്രേഷൻ കോമഡിയുടെ മറ്റൊരു പേര് എന്താണ്? ദ കോമഡി ഓഫ് മാനേഴ്സ്. അടുത്ത ചോദ്യം ദ വിന്നർ ഓഫ് 2025 ബുക്ക് പ്രൈസ്. ലെസ്ലോ. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻസ് വായിക്കുന്നില്ല. ഡേവിഡ് സ്ലേ ആണ് വിന്നർ ഓഫ് 2025 ബുക്ക് പ്രൈസ് വിന്നർ. അടുത്ത ചോദ്യം a form of lyrical poetry which is written in form of an address to a person, event or thing. ഒരു പേഴ്സണോ ഈവന്റോ തിങ്ങിനെ അഡ്രസ് ചെയ്തുകൊണ്ട് എഴുതുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? വളരെ ബേസിക് ആയിട്ട് പഠിച്ചതാണല്ലേ, ഓഡ് എന്നാണ് പറയുന്നത്. Who expresses the concept of an ideal commonwealth in Shakespeare's Tempest? ആരാണ്? ഗോൺസാലോ ആണ്. ചോദ്യം ദ ലൈൻ ഷാൽ ഐ കമ്പയർ thee to a summer's day appears in. വളരെ പ്രശസ്തമായിട്ടുള്ള ഷേക്സ്പിയറിയൻ സോണറ്റ് ആണല്ലേ. സോണറ്റ് 18 ആണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും എന്താണ് ഈ പറയുന്ന സോണറ്റ്സ് അല്ല. ഷാൽ ഐ കമ്പയർ thee to a summer's day എന്ന ആ ഒരു സോണറ്റ് 18ന്റെ പേര് തന്നെ അങ്ങനെയാണോ? ആദ്യത്തെ വരിയും അത് തന്നെയാണ്, ആ ഒരു സോണറ്റിന്റെ പേരും അത് തന്നെയാണ്. The famous Clairvoyant in the Wasteland. ആരാണ്? മാഡം സൊസോട്രസ് ആണ്.
Who is the author of the critical work Orientalism? Orientalism ഇവിടെ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അവിടെ നമുക്ക് ആ ഒരു തിയറി, ക്രിട്ടിക്കൽ തിയറി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എഡ്വിൻ സെറ്റ്. ഇപ്പോൾ ഫ്രാൻസ് ഫാനൻ ആണെങ്കിലും ഹോമി കെ ബാബെ ആണെങ്കിലും ജോർജ് ഹാളും ഒക്കെ ഇതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള മേഖലകളുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവരെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ ഡീറ്റെയിൽ ഡിസ്കഷൻ സെക്ഷനിൽ നമുക്ക്. Which of the following word is a trisyllabic? Trisyllabic ആയിട്ടുള്ള വേർഡ് ഈ കൂട്ടത്തിൽ ഏതാണ്? എലഫന്റ് ആണ് ഈ കൂട്ടത്തിൽ ട്രൈസിലബിക് ആയിട്ടുള്ള. അടുത്ത ചോദ്യം, ട്രാജിക് ഹീറോ ഹു സോൾഡ് ഹിസ് സോൾ ടു ദ ഡെവിൾ. ഡെവിളിന് മെഗസ്തോഫിലിസിന് സോള് കൊടുത്തത് ആരാണ്? ഡോക്ടർ ഫോസ്റ്റസ് ആണ്. ഇത് നമുക്ക് മെയിൽ ഗേസ് ഈസ് എ ക്രിട്ടിക്കൽ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. നമ്മൾ ഫിലിം സ്റ്റഡീസിലാണ് ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ ഈ മെയിൽ ഗേസ് എന്ന് പറയുന്ന സംഗതി ആരാണ് കൺസെപ്റ്റ് കൊണ്ടുവന്ന? എല്ലോറോ ആൽബിയാണ്. ഹു ക്രിയേറ്റഡ് ദ ക്യാരക്ടർ ഗോദോ? അബ്സർവ് തിയേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നതാണല്ലേ ഗോദോ, വെയിറ്റിംഗ് ഫോർ ഗോദോ. ആരാണ് ആ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? സാമുവൽ ബെക്കറ്റ് ആണ്. അടുത്ത ചോദ്യം, ഹൂസ് ഫേമസ് നെയിം പെൻ നെയിം ക്യൂറർ ബെൽ. ക്യൂറർ ബെൽ എന്നുള്ള ആരുടെ ഫേമസ് പെൻ നെയിം ആയിരുന്നു? ചാർലറ്റ് ബ്രോണ്ടയുടെ ഫേമസ് പെൻ നെയിം ആയിരുന്നു. അടുത്തത്, ഇൻഫ്ലുവൻഷ്യൽ പീരിയോഡിക്കൽ ഫൗണ്ടഡ് ബൈ അഡിസൺ ആൻഡ് സ്റ്റീൽ. അഡിസണും സ്റ്റീലും കൂടെ ഫൗണ്ട് ചെയ്ത പീരിയോഡിക്കലിന്റെ പേരെന്തായിരുന്നു? സ്പെക്ടേറ്റർ. അടുത്തത്, വാട്ട് ഡിഡ് ഒലിവർ ട്വിസ്റ്റ് ആസ്ക് ഫോർ മോർ? ഒലിവർ ട്വിസ്റ്റ് എന്ത് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ വേണമെന്ന് പറയുന്നത്? മോർ ഫുഡ് ടു ഈച്ച്. അടുത്തത്, ഹാർട്ട് ലാമ്പ് വാസ് റിട്ടൺ ബൈ. ഇത് ബാനി മുഷ്ടാഖിന്റെ ആണ് ഹാർട്ട് ലാമ്പ്. ചോദ്യം, എ പേഴ്സൺ ഓർ തിങ് റെപ്രസെന്റിങ് ആൻ അബ്സ്ട്രാക്ട് ഐഡിയ ഓർ കൺസെപ്റ്റ്. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു ഐഡിയ കൺസെപ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? സിംബൽ എന്ന് പറയും. Which among the following is not a type of prose writing? ഈ കൂട്ടത്തിൽ പ്രോസ് റൈറ്റിംഗ് ഉദാഹരണം അല്ലാത്തത് ഇൻട്രിക്കേറ്റ്. അടുത്തത്, the skill of strengthening the connection between stimulus and response is. ഓൾറെഡി നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചാണല്ലേ. സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ബന്ധത്തെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? റീഇൻഫോഴ്സ്മെന്റ് സ്കിൽ എന്ന് പറയും. അടുത്ത, which among the following is a demerit of direct method of language teaching? ഡയറക്ട് മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ എന്താണ്? ഫസ്റ്റ്, അവോയ്ഡ് L1. അതായത് മാതൃഭാഷയെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കിയിട്ട് ടാർഗറ്റ് ലാംഗ്വേജിൽ വേണം അവിടെ ഇൻസ്ട്രക്ഷൻ നടക്കാനായിട്ട്. അടുത്ത ചോദ്യം, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് നമ്മുടെ ക്ലാസിക്കൽ മെത്തേഡ്, ഏറ്റവും ആദ്യം വരുന്ന മെത്തേഡ് അല്ലേ. Vocabulary was taught through bilingual words list. Grammatical accuracy was given emphasis. The focus was on translating the sentence correctly. മൂന്നും ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ എന്താ? All of the above. അടുത്ത വളരെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം, ലേണിംഗ് ഡിസോർഡർ ദാറ്റ് എഫക്ട്സ് വൺസ് റൈറ്റിംഗ് എബിലിറ്റി അഫക്ടിംഗ് ലെറ്റർ ഫോർമേഷൻ, സ്പേസിംഗ് ആൻഡ് കൊഹറൻസ്. അപ്പൊ നമുക്ക് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട ലേണിംഗ് ഡിസോർഡർ എന്താണ്? ഡിസ്ഗ്രാഫിയ ആണ്. അടുത്ത ചോദ്യം, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് നമ്മൾ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിൽ പഠിച്ചതാണ്. യൂസസ് കോർഡിനേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ഫിസിക്കൽ മൂവ്മെന്റ്. ഹെഡ് ലേണേഴ്സ് ലേൺ 12 to 36 words in an hour of teaching was developed by James Asher. 3 പോയിന്റും കറക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ ആൻസർ വരിക? All of above. അടുത്ത ചോദ്യം, while reading activities help learners to know their comprehension, while reading activities trigger possibilities of prediction. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്കറിയാലേ, വായിക്കുന്ന സമയത്ത് കോംപ്രിഹെൻഷൻ മനസ്സിലാക്കാൻ പറ്റും, പ്രിഡിക്ട് ചെയ്യാനുള്ള ആ ഒരു സംഗതി എന്ത് ചെയ്യും? പോസിബിലിറ്റി ട്രിഗർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ബോത്ത് 1 and 2 are true. അടുത്ത ചോദ്യം, the individualized training technique which reduce the class size to 5 to 10 people is termed as. വളരെ കുറച്ച് പേരെ കൊണ്ടുവന്നുകൊണ്ട് 5 to 10 people മാത്രം വെച്ചുകൊണ്ട് ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് ടെക്നിക്കിനെ നമ്മൾ എന്താ പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ച ഒരു ടോപ്പിക് ആണല്ലേ മൈക്രോ ടീച്ചിങ്. The communicative language teaching-ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ തന്നേക്കുവാണ്. Aims at enabling the learners to communicate in the target group, provide oral activities to develop communication skills, make the teacher a facilitator in most of the situation. അപ്പൊ ഇത് 3 കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? All of the above. അടുത്ത ചോദ്യം, which among the following is not a basic skill of language learning? കണ്ണും പൂട്ടി നമുക്ക് ഉത്തരം പറയാൻ പറ്റുമല്ലേ? എന്താണ്? ആക്ടിങ്. LSRW നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ. അപ്പൊ എന്താണ് ആക്ടിങ് എന്ന് പറയുന്നത്? ഒരിക്കലും ഒരു സ്കിൽ ഓഫ് ലാംഗ്വേജ് ലേണിംഗ് അല്ല. അടുത്ത, എഡിറ്റിംഗ് ഇൻവോൾവ്സ് എ കറക്റ്റിംഗ് എറേഴ്സ് റിലേറ്റഡ് ടു. എഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? എന്ത് തിരുത്തുന്നതാണ്? ഗ്രാമർ, മോർഫോളജി, സ്പെല്ലിംഗ്, ഇതെല്ലാം വരത്തില്ലേ? അതുകൊണ്ട് all of the above ആണ് ആൻസർ വരിക.
അടുത്ത ചോദ്യം, കൊറിയോഗ്രഫി ഈസ് എ പെഡഗോജിക്കൽ ടൂൾ യൂസ് ടു. കൊറിയോഗ്രഫി നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് അല്ലേ, നമ്മൾ പഠിച്ചില്ലേ പോലും നമുക്കറിയാം. ഡ്രാമറ്റൈസ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് എ പോയം. നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പോം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ പല ആസ്പെക്ടുകളെ ഡ്രാമ പോലെ ഡ്രാമറ്റൈസ് ചെയ്ത് കാണിക്കുന്നു. Who among the following is not a constructivist? ഈ കൂടുതൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അല്ലാത്തത് ആരാണ്? പാവ്ലോവ് ആണ്. അടുത്ത ചോദ്യം, which of the following is not a feature of Bloom's taxonomy? ഫീച്ചർ അല്ലാത്തത് കോംപ്രിഹെൻഷൻ ആണ്. അടുത്തത് then സോറി, നമ്മൾ ബ്ലൂംസ് ടാക്സോണമിയിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. നോളജ്, കോംപ്രിഹെൻഷൻ, സിന്തസിസ് എല്ലാം വരുന്നതാണ്. KCA²SC എന്നുള്ള ഓപ്ഷൻ ഇട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് കേട്ടോ, ആ കാര്യം മാറിപ്പോകരുത്. അടുത്ത ചോദ്യം, skimming is a style of particular piece of information in larger text. Scanning is reading style with no particular objective. അപ്പൊ നമുക്ക് സ്കിമ്മിങ്ങിന്റെയും സ്കാനിങ്ങിന്റെയും കാര്യങ്ങൾ കൊടുത്തേക്കുവാണ്. സ്കിമ്മിങ് എന്ന് വെച്ചാൽ പർട്ടിക്കുലർ പീസിൽ നമ്മൾ ഇൻഫർമേഷൻ ലാർജർ ടെക്സ്റ്റിൽ നോക്കാൻ വേണ്ടിയിട്ടും, സ്കാനിങ് എന്ന് വെച്ചാൽ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടല്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താണ്, രണ്ടും തെറ്റാണ്. ബോത്ത് 1 and 2 are false. ചോദ്യം, ഡാഷ് ക്വാണ്ടിഫൈസ് ഹൗ മച്ച് എ ലേണർ നോസ് അബൌട്ട് ദ സബ്ജക്ട്. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എത്ര മാത്രം അറിയാം എന്നത് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? അത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. അടുത്ത ചോദ്യം, which of the following is a demerit of micro teaching? മൈക്രോ ടീച്ചിങ്ങിന്റെ ഡീമെറിറ്റ് ഈ കൂട്ടത്തിൽ ഏതാണ്? മൈക്രോ ടീച്ചിങ്ങിന്റെ ഡീമെറിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. It is a skill oriented technique and does not focus on content എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ചോദ്യം, CCE എന്താ നമുക്കറിയാലോ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യൂഷൻ. പ്രത്യേകിച്ച് എന്താ, കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. The smallest unit of meaning in a language is termed as. മീനിങ് വരുന്നതാകുമ്പോൾ എന്താ വരിക, മോർഫീം ആണ് വരുന്നത്. അടുത്ത ചോദ്യം, the constructive approach enables the active learning, allowing learners to construct knowledge. എന്താണ് ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത്? കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് എന്ന് വെച്ചാൽ ആക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. നോളജ് പ്ലസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഇസ് ടീച്ചേഴ്സ് സെന്റേർഡ്. അപ്പം നമുക്ക് ഒന്നാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും ശരിയാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലേ കൺസ്ട്രക്റ്റീവ് അപ്രോച്ചിനെ കുറിച്ച്. പക്ഷെ ടീച്ചർ സെന്റേർഡ് ആണോ? ഒരിക്കലും അല്ല. നമുക്ക് എന്താണ്, only one is true. Relative return to the head of an institution is an example of. ചെറിയ കുട്ടികളെ പോലെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഹെഡ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെറ്റർ എഴുതുവാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? ഫോർമൽ റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, which among the following is not a characteristics of non-linear multimedia content? അവിടെ നമുക്ക് ആൻസർ വരുന്നത് ആക്റ്റീവ് കണ്ടന്റ് പ്രോഗ്രസസ് വിത്തൗട്ട് എനി നാവിഗേഷൻ കൺട്രോൾ ആണ്. ചോദ്യം, which among the following is not an element of prose? പ്രോസിന്റെ എലമെന്റ് അല്ലാത്തത് എന്താണ് ഈ കൂട്ടത്തിൽ? സ്റ്റാൻസൈക് ഡിവിഷൻ. അതെവിടെയാ? പോയത്തിലല്ലേ. Then രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. English has 44 sounds which consist of 20 vowel sounds and 24 consonant sounds. English has 44 sounds which consist of 24 vowel sounds and 20 consonant sounds. അപ്പൊ എങ്ങനെയാ നമുക്ക് വരുന്നത്? ആദ്യം വരുന്നതാണ് only one is true. വവൽ സൗണ്ട്സിനേക്കാൾ കൂടുതൽ കൺസണന്റ് സൗണ്ട്സ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ തന്നെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം, സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ആൻ ഓപ്പൺ വോക്കൽ ട്രാക്ക് വിത്തൗട്ട് എനി ഇന്റർപ്രിറ്റേഷൻ ഓഫ് ദ ടങ് കാൾഡ് എന്താണ്? വവൽസ് ആണ്. I wanted lonely as a cloud is an example of. I wanted lonely as a cloud എന്തിന്റെ എക്സാമ്പിൾ ആണ്? ആസ്, ലൈക്ക് ഓർ ആസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്? സിമിലി. അടുത്ത ചോദ്യം, which among the following is not true about intensive reading? ഇന്റൻസീവ് റീഡിങ്ങുമായിട്ട് ട്രൂ അല്ലാത്തത്. It does not require more attention to the text. ടെക്സ്റ്റിൽ കൂടുതൽ അറ്റൻഷൻ വേണ്ട പറയുന്നത് ഇന്റൻസീവ് റീഡിങ്ങുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. IPA ഫുൾ ഫോം ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് ആണ് IPA ഫുൾ ഫോം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ നമുക്കിപ്പം ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞാണ്, ഓരോ പരീക്ഷയ്ക്കും നമ്മൾ എന്ത് ചെയ്യണം, ചോദിച്ച മറ്റ് കൺസെപ്റ്റുകളും കൂടെ പഠിച്ചു പോകണം. ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാം ആയിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും ആൻസേഴ്സിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്